നിങ്ങളുടെ കടമെടുപ്പ് പരിധി ഞാൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. തരാനുള്ള വിഹിതവും നൽകില്ല. എന്റെ കയ്യിലാണ് അധികാരം. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ നിനക്കൊക്കെ നല്ലത്. ഹിറ്റ്ലറുടെ ഈ വാക്കുകൾ കേട്ട് ഉടനടി അടിയറവ് പറയുന്ന BJP ഇതര സംസ്ഥാനങ്ങൾ ഒരുപാട് മോദിയെണ്ണം കണ്ടിട്ടുണ്ടാവും. അതിൽ കേരളത്തെ ഉൾപ്പെടുത്തണ്ട. മലയാളികളെ അളക്കാനുള്ള അളവുകോല് കാവിക്കൂട്ടത്തിന്റെ കയ്യിലില്ല. ഇത് ഇപ്പോ കേന്ദ്രത്തിന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് മോദി സർക്കാരിന്റെ ഈ മുട്ടുമടക്കലിന് കാരണം. സംഭവം എന്താണെന്ന് വെച്ചാൽ, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നില്ലേ? അത് പിൻവലിച്ചാൽ കൂടുതൽ തുക കടമെടുക്കാൻ അനുവദിക്കാമെന്ന ഉപാധി വെച്ചിരിക്കുകയാണ് മോഡിജി. മാത്രമല്ല, കേസ് പിൻവലിച്ചാൽ 13,600 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കാമെന്നും കേന്ദ്രം ഉറപ്പു നൽകുകയാണ് സുഹൃത്തുക്കളെ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അനധികൃതമായി കൈകടത്തി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്താണ് കേരളം സുപ്രീം കോടതിയിൽ ഒറിജിനൽ സ്യൂട്ട് നൽകിയത്. 26,000 കോടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന പ്രത്യേക ഹർജിയും നൽകിയിരുന്നു. ഇതിനെല്ലാം പുറമെ ഡൽഹിയിൽ കേരളം തീർത്ത പ്രതിരോധം, ഇതെല്ലാം കൂടി ആയപ്പോൾ മുട്ടുമടക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് മോദിക്കും അമിത്ജിക്കും മനസ്സിലായി തുടങ്ങി. അപ്പോഴാണ് കേസ് പിൻവലിച്ചാൽ ഞങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ കേരളം എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? എന്നാ ശരി, കേസ് പിൻവലിക്കാം, മോദി പറയും പോലെ എല്ലാം ചെയ്യാം എന്ന് പറയുമെന്നോ? നോ, നെവർ. പോയി പണി നോക്ക് എന്നാണ് കേരളം അറിയിച്ചത്. ഈ ഉപാധി എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടാ മതി എന്ന് കേരളം പറഞ്ഞു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്ത് ഒറിജിനൽ സ്യൂട്ട് നൽകിയത് ന്യായമായ അവകാശത്തിന് വേണ്ടിയാണെന്നും പിൻവലിക്കില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. ഇതാണ് കേരളം. അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ ഒരാളുടെ മുമ്പിലും തല കുനിക്കില്ല, മുട്ടുമടക്കില്ല, ഷൂ നക്കില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ഷൂ നക്കി സവർക്കറും കേരളവും തമ്മിൽ എന്ത് വ്യത്യാസം? അത് മോദിജി മനസ്സിലാക്കേണ്ടതല്ലേ? ഷെയിം ഷെയിം. കേന്ദ്രം തരാനുള്ളത് തരുന്നുണ്ട്, കേരളം കാണിക്കുന്നത് വെറും പ്രഹസനമാണെന്ന് പറയുന്ന സതീശനും കുമ്പക്കുടിയും ഇപ്പൊ എവിടെ പോയി? കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയും ദ്രോഹവും ചിറ്റമ്മ നയവും സുപ്രീം കോടതിക്ക് വരെ ബോധ്യമായി. എന്നിട്ടും മോദി കേരളത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൽ എവിടെയോ എന്തോ ഒരു പന്തികേടില്ലേ? മോദിയുടെ വന്ദേ ഭാരത് ഉള്ളപ്പോൾ കേരളയിൽ വേണ്ടെന്നും മോഡി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് പിണറായി സർക്കാരിന്റെ ദൂർത്ത് നിയന്ത്രിക്കാനാണെന്ന് പറയുന്നതും കേരളത്തിനെല്ലാം തരുന്നുണ്ട്, അത് മറച്ചു വെക്കുകയാണെന്ന് പറയുന്നതും എല്ലാം കോൺഗ്രസ് പാർട്ടിയോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണോ അതോ BJP പ്രേമമാണോ എന്നൊക്കെ മലയാളികൾക്ക് വ്യക്തവും കൃത്യവുമായി മനസ്സിലാകുന്നുണ്ട്. ഇനിയും വരണേ മോദിയുടെ ഉപാധിയെ കൂടി ന്യായീകരിക്കാൻ. സുരേന്ദ്രന് വേണ്ടി ഇപ്പോൾ സംസാരിക്കാൻ കൊട്ടേഷൻ സതീശനും കുമ്പക്കുടിക്കാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.